ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഏതാനും ഓർണമെന്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഗോൾഡിന് നല്ല വില കൂടിയിരിക്കുന്ന സമയമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഇപ്പൊ നല്ല ഡിമാൻഡാണ്. കൂടുതലും പേരും ചൂസ് ചെയ്യുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ്. അതുപോലെ 18 ക്യാരറ്റ് ഓർണമെന്റ്സിനും ഇപ്പൊ നല്ല ഡിമാൻഡാണ്. അപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് മോഡലിലുള്ള 18 ക്യാരറ്റ് ഓർണമെന്റ്സും 22 ക്യാരറ്റ് ഓർണമെന്റ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫാഷനും ഗോൾഡും ഒക്കെ ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് ഞാൻ വാങ്ങിയ ഒരു പുതിയ പാദസരമാണ്. അപ്പൊ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഗോൾഡ് ഒക്കെ കാണിച്ചപ്പം ഞാൻ എൻ്റെ പാദസരം കാണിച്ചിരുന്നു. അന്ന് ചെത്ത് ചെയിൻ്റെ പാദസരമായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. യാതൊരു കംപ്ലൈന്റും വരാത്ത നല്ലൊരു മോഡലായിരുന്നു അത്. ഇപ്പൊ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു. ഒത്തിരി പേര് കമന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അവരും വാങ്ങി നല്ല മോഡലാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇപ്പൊ ഞാൻ വാങ്ങിയിരിക്കുന്ന വേറൊരു മോഡൽ പാദസരമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചെത്ത് ചെയിൻ ഇങ്ങനെ കുറേ വർഷങ്ങളോളം യൂസ് ചെയ്തപ്പം എനിക്ക് അതൊന്ന് മാറി വേറൊരു പാദസരം വാങ്ങണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം പുതിയതൊരെണ്ണം വാങ്ങിയതാണ്. ഇത് ഞാൻ പ്രത്യേകം ഡിസൈൻ ഒക്കെ പറഞ്ഞ് ഉണ്ടാക്കിച്ചാട്ടോ. ഞാൻ മോഡൽ കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഡിസൈൻ ഒക്കെ പറഞ്ഞ് ജുവല്ലറിയിൽ പറഞ്ഞ് അവർ എനിക്ക് അങ്ങനെ ഉണ്ടാക്കി തന്നിരിക്കുന്ന ഒരു പാദസരമാണ്. അപ്പൊ ഇതിന്റെ ഒരു മോഡൽ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു മോഡലാണേ. മുത്തുകൾ വെച്ചിട്ടുള്ള ഒരു പാദസരമാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡാണ് അല്ലേ, പലതരത്തിലുള്ള ചെയിനില് ഇതുപോലെ ഗോൾഡൻ മുത്തുകൾ പിടിപ്പിച്ചിട്ടുള്ള പാദസരം. അപ്പൊ ഞാൻ വാങ്ങിയത് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു പാറ്റേൺ ആണ്. അപ്പൊ കൂടുതലും നമ്മൾ പാദസരം ഇങ്ങനത്തെ മുത്ത് വെച്ച പാദസരം കാണുന്നത് പരസ്പരം മോഡൽ പാദസരങ്ങളാണ് അല്ലെ. അതായത് തണ്ട് പോലത്തെ ചെയിൻ വന്നിട്ട് അതിൽ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള പാദസരമാണ്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു കോമൺ ആണ്. എനിക്ക് അത്രയ്ക്ക് അതൊരു ഇഷ്ടം വന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകം ഒരു പാറ്റേൺ പറഞ്ഞ് പണിയിപ്പിച്ചെടുത്തത്. അപ്പൊ ഇതിന്റെ വേറൊരു മോഡൽ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും ഉള്ള ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഈ ഒരു മോഡൽ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് കണ്ടോ, നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഇടയ്ക്കത്തെ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെന്താണ് പറയുന്നത്, ഒരു ചങ്ങല പോലത്തെ ഒരു ചെയിനാണ് ഇടയ്ക്ക് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ചെയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല ബലമുള്ളതുമാണ്. അങ്ങനെ പെട്ടെന്ന് പൊട്ടത്തൊന്നുമില്ല, ഇങ്ങനെ കണ്ണികളാകുന്നൊന്നും പോകത്തില്ല. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ ചെത്തുകൾ വരുന്നതുകൊണ്ട് ലൈറ്റ് അടിക്കുമ്പം ഇതിന് നല്ലൊരു തിളക്കമാണ്. നമ്മുടെ കാലേ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് തിളക്കം കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചെയിൻ തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. ഇപ്പൊ നമ്മുടെ പരസ്പരം ചെയിൻ അല്ലെങ്കിൽ തണ്ട് ചെയിൻ അങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ അതിന്റെ ഒരു കണ്ണി അകന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം കഴിഞ്ഞ് പോകും. അപ്പൊ ഇതാകുമ്പോൾ അത്രയും ഒരു പ്രശ്നമില്ല. പിന്നെ പാദസരം ആകുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് വേണമല്ലോ, ഇങ്ങനെ എപ്പോഴും ഊരി വെക്കാനൊന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ കിടക്കുമ്പോഴൊക്കെ നമ്മുടെ ബെഡ്ഷീറ്റിലൊക്കെ കൊണ്ട് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചെയിൻ സെലക്ട് ചെയ്തത്. പിന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഗോൾഡൻ ബീഡ്സ്, അത് 3 കളറിലുള്ള ബീഡ്സുകളാണ് ഞാൻ വെപ്പിച്ചിട്ടുള്ളത്. വൈറ്റ് ഗോൾഡ് ഉണ്ട്, റോസ് ഗോൾഡ് ഉണ്ട്, യെല്ലോ ഗോൾഡ് ഉണ്ട്. അങ്ങനെ 3 കളറിലുള്ള ബീഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മോഡല് ഞാൻ വേറൊരെണ്ണം കണ്ടപ്പം അതിൽ ഈ ബീഡ്സ്, ഈ ഗോൾഡൻ ബീഡ്സ് കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള മുത്തുകളായിരുന്നു. അപ്പൊ അതെനിക്ക് അത്രയൊരു ഭംഗിയായിട്ട് തോന്നിയില്ല, ഈ വലുപ്പമുള്ള മുത്തുകൾ. അപ്പം കുറച്ച് വലുപ്പം കുറഞ്ഞ മുത്തുകളാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു ചെയിനും മുത്തുകളുമായിട്ട് ഒരു സാമ്യമൊക്കെ വേണം, അത് തമ്മിൽ യോജിച്ച് പോകണം, മുത്തിന് ഒരുപാട് വലിപ്പം വെക്കരുതെന്ന് പറഞ്ഞ് ചെറുതായിട്ട് പണിയിപ്പിച്ചെടുത്തതാണ് ഈ ഒരു പാദസരം. ഇതിന്റെ തൂക്കം വരുന്നത് ഒരെണ്ണം 8 ഗ്രാമിലാണ് പണിതിരിക്കുന്നത്. അപ്പോൾ വളരെ തൂക്കം കുറവിലാണ് പണിതിരിക്കുന്നത്. ഒരെണ്ണം 8 ഗ്രാം, അതായത് 1 പവനാണ് ഒരെണ്ണം വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കൊളുത്ത് നമ്മുടെ പഴയ മോഡൽ വെള്ളി കൊലുസുകളുടെ പോലത്തെ ഒരു കൊളുത്താണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അത്തയിൽ ചേർത്തിട്ട് ചെറിയ കിങ്ങിണികളും പിടിപ്പിച്ചിട്ടുണ്ട്, ചെറിയ മുത്തുകളുടെ ഒരു കിങ്ങിണി. കാരണം ഇതുപോലത്തെ കൊളുത്തായതുകൊണ്ട് അതിനൊരു കൂടെ ഒരു മുത്തും കൂടെ വരുന്നതാണ് കൂടുതൽ ഭംഗിയെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയും കൂടെ പിടിപ്പിച്ചത്. അപ്പം 2 പവനിൽ പണിതെടുത്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാദസരമാണിത്. അപ്പൊ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പുതിയ പാദസരം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു മോഡൽ ട്രൈ ചെയ്ത് നോക്കാം. വെറൈറ്റിയാണ്, കാലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയുണ്ട്, അധികം തൂക്കം വരുന്നില്ല.
പിന്നെ ഇതിന്റെ ഒരു നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പാദസരമായിട്ട് ഉപയോഗിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് മാലയായിട്ടും യൂസ് ചെയ്യാം. ഇത് രണ്ടും കൂടെ കോർത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാലയായിട്ടും കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അധികം ഇറക്കമൊന്നും വരത്തില്ല. പിന്നെ ഞാൻ പാദസരം പണിതത് 12.5 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരുന്നത്. 12.5 ഇഞ്ച് ലെങ്തിലാണ് ഞാൻ പാദസരം പണിത്. അപ്പൊ എൻ്റെ ഒരു കാലിന്റെ സൈസ് ഒക്കെ അനുസരിച്ച് ആ ഒരു ലെങ്ത് ഉണ്ടെങ്കിലാണ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത്. അപ്പൊ നമുക്കറിയാം പാദസരം ഒരുപാട് ടൈറ്റ് ആയിട്ട് കിടന്നാലും കൊള്ളത്തില്ല, ലൂസായിട്ട് കിടന്നാലും കാണാനൊരു ഭംഗിയില്ല. അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവ് 12.5 ഇഞ്ചിലാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പൊ 12.5 ഇഞ്ചിൽ പണിത ഈ പാദസരത്തിന്റെ ഒരെണ്ണത്തിന്റെ വെയിറ്റ് ആണ് 8 ഗ്രാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ പുതിയതായിട്ട് വാങ്ങിയത് ഒരു വളയാണ്. വള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളയായിട്ടും ബ്രേസ്ലെറ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്ന ഒരു സൈസ് വളയാണ്. ഇതും ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ്ങിലായിട്ടുണ്ട്. ഇതിന്റെ പല മോഡലുകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ വേറൊരു മോഡൽ എനിക്കുണ്ടായിരുന്നു, ചെറിയ മുത്തുകൾ പിടിപ്പിച്ചിട്ട്. ഇത് കൂട്ട് 4 ലെയർ വന്നിട്ട് ചെറിയ മുത്തുകൾ പിടിപ്പിച്ച വള നേരത്തെ ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അതിന്റെ തന്നെ വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത്. ഇതല്ല, ഇതിന് 3 ലെയർ ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ബ്രേസ്ലെറ്റും വളയും പോലെ. ഇതിപ്പം ഇച്ചിരി വണ്ണമുള്ള കൈ, ഇപ്പൊ എൻ്റെ വണ്ണമുള്ള കൈ ആയതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ ഇടാനായിട്ട് പറ്റും. ആ ഒരു മോഡലിലുള്ള വളയാണിത്. ഈ കമ്പികൾക്കാണേലും നല്ല കട്ടിയുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒടിഞ്ഞൊന്നും പോകത്തില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം. ഇപ്പൊ ആക്ച്വലി ഇതിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വള ഇത്രയും വന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കൊളുത്ത് ഇതിങ്ങനെ നമ്മൾ ചേർത്തിടുവാണ് ചെയ്യുന്നത്. അപ്പൊ കണ്ടോ, അതിന്റെ ആ ഒരു വട്ടം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ചെറുതാണ്. എന്റെ കൈക്ക് അത് സ്യൂട്ടല്ല, ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇത്തിരി വണ്ണമുള്ള കൈ ആകുമ്പോൾ വള ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല അല്ലെ. അപ്പൊ എനിക്ക് കറക്റ്റ് ഇങ്ങനെ കയ്യേൽ കിടക്കണം. അതുകൊണ്ടാണ് ഞാൻ കണ്ടോ ഇവിടെ ഒരു ചെറിയ ചെയിനും കൂടെ പിടിപ്പിച്ചു. അപ്പൊ ഈ ഒരു അളവിൽ അങ്ങ് ഇടുവാണെങ്കിൽ അതിങ്ങനെ ലൂസായി കിടക്കുകയും ചെയ്യും, ഒരു വള പോലെയോ ഒരു ബ്രേസ്ലെറ്റ് പോലെയൊക്കെ തോന്നുകയും ചെയ്യും, കൈക്ക് നല്ലൊരു ഭംഗിയും വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെയിനും കൂടെ പിടിപ്പിച്ചത്. അല്ലെങ്കിൽ ഇതിങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന വളയാണ്. അപ്പൊ ഇതിന്റെ തൂക്കം വന്നിരിക്കുന്നത് 14 ഗ്രാം ആണ്. ഈ ചെയിൻ ഉൾപ്പെടെ 14 ഗ്രാം ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ നടുക്ക് വന്നിരിക്കുന്നത് ചെറിയ ഗോൾഡൻ ബീഡ്സ് ഇങ്ങനെ കെട്ടി കെട്ടി ഒരു ചെറിയ ബോൾ പോലെയാണ്. എന്നിട്ട് അത് ഈ കമ്പിയിൽ കോർത്ത് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന കൂട്ട് ബോളാണ്. അപ്പം ഇതിന്റെ പണിക്കൂലി ഇത്തിരി കൂടുതലാട്ടോ, താരതമ്യേന ഇത്തിരി കൂടുതലാണ്. നമ്മുടെ നോർമൽ ആഭരണങ്ങളെ വെച്ച് നോക്കുമ്പം ഇതിന്റെ പണിക്കൂലി കൂടുതലാണ്. 15 തൊട്ട് 22% വരെ ഇതിന്റെ പണിക്കൂലി വരുന്നതാണ്. പക്ഷെ വള കാണാൻ നല്ല ഭംഗിയാണ്, യുണീക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇത് വാങ്ങിയതാണ്. അതുപോലെ നമ്മുടെ പാദസരമാണെങ്കിലും പണിക്കൂലി കൂടിയ ഇനമാണ്. 18 തൊട്ട് 22% വരെ പണിക്കൂലി വരുന്ന ഒരു മോഡലാണ്. അപ്പൊ ഇതാണ് വള. പിന്നെ ഞാൻ 18 ക്യാരറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് 18 ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 18 ക്യാരറ്റിന്റെ ഞാൻ വാങ്ങിയത് അതാ ഇപ്പൊ എന്റെ കഴുത്തിൽ ഇട്ടിരിക്കുന്ന ഈ ചെറിയ ചെയിനാണ്. അപ്പൊ ഞാനത് ഊരി കാണിക്കാം. ഇതാണ് 18 ക്യാരറ്റിന്റെ ഞാൻ വാങ്ങിയിട്ടുള്ള മാല. ഇത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും ചേർന്നിട്ടുള്ള കളറാണേ. 18 ക്യാരറ്റ് എന്ന് പറയുമ്പം റോസ് ഗോൾഡിലും വൈറ്റ് ഗോൾഡിലും ഒക്കെയാണ് കൂടുതൽ ഉള്ളത്. യെല്ലോ ഗോൾഡിനേക്കാളും കളറ് റോസ് ഗോൾഡ് കളർ കാണാനാണ് കുറച്ചുകൂടെ ഭംഗി. പിന്നെ നമ്മുടെ ഇത്രയും ചെറിയ മാലയാണെങ്കിൽ പോലും 18 ക്യാരറ്റ് എന്ന് പറയുമ്പം നല്ല കട്ടിയാണ്, പെട്ടെന്ന് അങ്ങനെ പൊട്ടി പോകത്തൊന്നുമില്ല. നമുക്ക് ഡെയിലി യൂസിന് വളരെ നല്ലതാണ്. മറ്റേ നമ്മുടെ യെല്ലോ ഗോൾഡ് പോലെ അങ്ങനെ പൊട്ടി പോകത്തില്ല, 22 ക്യാരറ്റ് പോലെ അങ്ങനെ പൊട്ടി പോകത്തില്ല, കുറച്ചുകൂടെ ബലം കൂടുതലാണ്. പിന്നെ 22 ക്യാരറ്റിനേക്കാളും ഇതിന് വില കുറവാണ്. നമ്മൾ ഒരു ഗ്രാമിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1500 തൊട്ട് 2000 വരെ ഉള്ള ഒരു ഡിഫറൻസ് ഇതിന് ഒരു ഗ്രാമിന് വരുന്നുണ്ട്. പക്ഷെ പണിക്കൂലി 22 ക്യാരറ്റിനേക്കാളും പണിക്കൂലി ഇതിന് കൂടുതലാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് 4 ഗ്രാമിന്റെ ഒരു ചെയിനാണ് എടുത്തിരിക്കുന്നത്. 18 ക്യാരറ്റിലുള്ള 4 ഗ്രാമിന്റെ ചെയിന്. പിന്നെ അവതരിട്ടിരിക്കുന്ന പെൻഡന്റ്
അത് 22 ക്യാരറ്റിന്റെ ആണ്. അതിൽ ചെറിയ വൈറ്റ് സ്റ്റോൺസ് ഒളിപ്പിച്ചേക്കുന്നത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയമണ്ട് ലുക്കൊക്കെ തോന്നുന്ന ഒരു ചെറിയ പെൻഡന്റ് ആണ്. ഈ പെൻഡന്റ് വന്നിരിക്കുന്നതും 4 ഗ്രാമാണ്. അപ്പൊ നമുക്ക് ഡെയിലി യൂസിന് വളരെ കംഫി ആയിട്ടുള്ള ഒരു ചെയിനാണിത്. ഇത് അങ്ങനെ പൊട്ടിപ്പോകത്തൊന്നുമില്ല, നമുക്ക് ധൈര്യമായിട്ട് വെയർ ചെയ്യാം. പിന്നെ ഇപ്പം നൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവർ, ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കൂടുതലും ഞാൻ എന്നും നൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ലേറ്റ് ആയിട്ട് നൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഒരു ഉച്ചയൊക്കെ 6 ഞാൻ നമ്മുടെ ഷോപ്പിലേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും 8:30 കഴിയും. 8:30, 9, 9:30 ആകുമ്പോഴാണ് ഞാൻ തിരിച്ചത്. അപ്പൊ തന്നെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓർണമെന്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത്തരം റോസ് ഗോൾഡും 18 ക്യാരറ്റ് ഒക്കെയാണ് ഇപ്പൊ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഔട്ട്ഫിറ്റിന്റെ കൂടെയും ഇത് മാച്ചായി പോകുന്ന തരത്തിലുള്ള ഒരു ഓർണമെന്റ് ആണ് 18 ക്യാരറ്റിന്റെ ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഏത് ഡ്രസ്സിന്റെ കൂടെ നമുക്ക് ഇത് മാച്ചായി പോകും. അപ്പൊ ഇപ്പോഴത്തെ സ്വർണ്ണ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് 18 ക്യാരറ്റ് വാങ്ങുന്ന ലാഭമാണ്. വിൽക്കുമ്പോഴും നമുക്ക് ആ സെയിം റേറ്റ്, നമ്മൾ വാങ്ങുന്ന അന്നത്തെ ആ സെയിം റേറ്റ് തന്നെ നമുക്ക് വിൽക്കുമ്പോഴും കിട്ടും. പിന്നെ നമുക്കൊരു പോരായ്മ തോന്നുന്നത് ഇത് പണയം വെക്കാൻ പറ്റത്തില്ല. ബാങ്കുകളൊന്നും ഇത് പണയം എടുക്കില്ല. അതാണ് ഒരു പോരായ്മയുള്ളത്. എങ്കിലും നമുക്ക് അത്യാവശ്യ യൂസിനൊക്കെ 18 ക്യാരറ്റ് വാങ്ങുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബഡ്ജറ്റും കുറവാണ്, കാണാൻ ലുക്കിലും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ 3 ഓർണമെന്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഇനിയും വേറെയും ഓർണമെന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ഓർണമെന്റ്സ്, പുതിയ മോഡലിലുള്ള ഓർണമെന്റ്സ് ഒക്കെ കാണാനും അതിനെപ്പറ്റി അറിയാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പുതിയ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.